നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയത്. പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ആരംഭം കുറിച്ച സഭയാണ് ഫിലിപ്പിയിലുള്ളതായ സഭ. മാസിഡോണിയ എന്ന് പറയുന്നത് റോമൻ കോളനിയായിരുന്നു. അവിടെയും കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിക്കുവാനിടയായി. അതിനുപകരണമായി ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. 16-ലധികം പ്രാവശ്യം സന്തോഷിപ്പീൻ എന്ന പദം ഈ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ, തീവ്രമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും സാഹചര്യങ്ങൾക്ക് അതീതമായി ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ഈ സഭ സ്ഥാപിക്കുന്ന വേളയിൽ, സ്ഥാപിക്കാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന പീഡനമേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ ആരാധിച്ച് ദൈവിക പ്രവൃത്തിക്ക് താൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പൗലോസ് കാരാഗ്രഹത്തിലാണ്. ഈ ലേഖനം എഴുതുമ്പോഴും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. ഫിലിപ്പിയ സഭ സ്ഥാപിക്കുന്നതിനു വേണ്ടി പൗലോസ് വലിയ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ പിൻപറ്റുന്നതിനാൽ കഷ്ടതകളിൽ നിന്നും വിമുക്തി ലഭിക്കുന്നില്ല. ഓരോരുത്തർക്കും ചുമക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ക്രൂശുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശ് എടുത്തു. എന്നാൽ ആ കർത്താവിനെ അനുഗമിക്കുന്നതായ വ്യക്തികൾക്ക് അവരവർ ചുമന്ന് മുൻപോട്ട് പോകാൻ ദൈവം കൊടുത്തിരിക്കുന്ന ക്രൂശുണ്ട്. അത് കഷ്ടതയുടെ രൂപത്തിലാണ് നമ്മുടെ അരികിൽ ദൈവം തന്നിരിക്കുന്നത്. സഭയുടെ അംഗമായി തീർന്നതിനാൽ ഇനിയും കഷ്ടത ഉണ്ടാകില്ല എന്നുള്ള ചിന്താഗതിക്കാർ ഈ ഫിലിപ്പിയയിലും ഉണ്ടായിരുന്നു. അന്നും ഇന്നും ചിലർ ചിന്തിക്കുന്നത് ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ കഷ്ടത ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഭക്തൻ പാടിയത് തങ്ക കഷ്ടതകൾ എന്നാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ ദൈവം നമ്മെ നിയമിച്ചിരിക്കുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ തന്നെ കൊരിന്ഥി ലേഖനത്തിൽ ആപത്തിൻ്റെയും കഷ്ടതയുടെയും വലിയ ചില ലിസ്റ്റ് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന പദം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ൽ നാം വായിക്കുന്നുണ്ട്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാകും. അപ്പോൾ ഉപദ്രവങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ ഭക്തി ഇല്ലാത്തത് കൊണ്ടല്ല, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ഭക്തിയും കാത്തു സൂക്ഷിക്കുമ്പോൾ ലോകം നമ്മെ പകയ്ക്കും. കൃപാവരങ്ങളിൽ ഒന്നായി അപ്പോസ്തലനായ പൗലോസ് കഷ്ടത ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിശ്വാസവും കഷ്ടതയും ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ യോജിപ്പുള്ളതാണ്. വിശ്വാസത്തിനോട് ചേർന്ന പരിശോധനകളുണ്ട്. കഷ്ടത ക്രിസ്ത്യാനികളുടെ മഹത്വമാണ്. എന്തുകൊണ്ടാണ് കഷ്ടം അനുഭവിപ്പാൻ ദൈവം അനുവദിക്കുന്നത്? കഷ്ടതയിലൂടെ നാം കടക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ആഴം കാണുവാനായിട്ട് നമുക്ക് കഴിയും. തന്മൂലം ക്രിസ്തുവിനോടുള്ള സ്നേഹവും കൂട്ടായ്മയും ആദരവും വർദ്ധിക്കും. മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതകൾ. ഈ കഷ്ടതയുടെ പ്രത്യേകത എന്താ? നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടതകൾ പിന്നീട് പ്രതിഫലം ലഭിക്കുന്നതിന് കാരണമാകും. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുവാനും അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിനും നമ്മുടെ കഷ്ടതകളെ ദൈവം ഉപയോഗിക്കും. മാത്രമല്ല, സാത്താനെ എളിവനാക്കുവാൻ നമ്മുടെ കഷ്ടതകളെ ദൈവം ഉപയോഗിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നതുകൊണ്ട് സാത്താൻ ചിന്തിച്ചത് ദൈവത്തെ ഇയ്യോബ് ത്യജിച്ചു പറയുമെന്നുള്ളതാണ്. എന്നാൽ ഇയ്യോബിൻ്റെ വിശ്വാസം ദൃഢമാകുകയാണ്. കഷ്ടതയ്ക്കകത്ത് ദൈവം ഇറങ്ങി വരികയാണ്. ഇയ്യോബ് പറയുന്നുണ്ട്, കഷ്ടത വരുന്നതിന് മുൻപേ ഞാൻ ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ കഷ്ടതയ്ക്കകത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖമായി കണ്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഞെരുക്കങ്ങളായിരിക്കാം, മാനസിക പീഡനങ്ങളായിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന ദൂഷണങ്ങളോ നുണകളോ ആയിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ ചില അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കാം. പൊടുന്നനവെ വെള്ളിടി വെട്ടുന്നത് പോലെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നതായ ചില സംഭവങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത്.
ആ കഷ്ടതയുടെ നടുവിൽ നാം പതറിപ്പോകരുത്. ഈ ആയുസ്സിൽ മാത്രമേ ഈ കഷ്ടതകളുള്ളൂ. കഷ്ടതകൾ നമ്മെ ശുദ്ധീകരിക്കുന്ന മാധ്യമങ്ങളിലൂടെയാണ്. നമ്മുടെ ജീവിതത്തെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അത് ഉപകരിക്കുവാനിടയാകും. അപ്പോൾ കഷ്ടതകൾ നേരിടുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവത്തോട് അകലാതെ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിചാരിച്ച് ദൈവത്തിൽ നിന്ന് ആശങ്ക നിമിത്തം അകലാൻ പാടില്ല. പിശാച് ഈ സമയത്ത് നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മോട് പല അവിവേക കാര്യങ്ങൾ സംസാരിക്കും. എന്നാൽ അതിനൊന്നും നിന്നുകൊടുക്കാതെ വണ്ണം ദൈവത്തിലും ദൈവവചനത്തിലും നമുക്ക് ശരണപ്പെടാം. ഇന്നത്തെ കഷ്ടത നാളത്തെ കിരീടമായി ദൈവം തീർക്കും. അത് നമുക്ക് തേജസ്സിൻ്റെ മേൽ തേജസ് പകരുന്നതാണ്. അത് സഹിപ്പാനും വഹിപ്പാനും നമുക്ക് കഴിവുണ്ട് എന്ന് കണ്ടിട്ടാണ് ദൈവം വിലയേറിയ കഷ്ടതയുടെ ചില വരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടാം, ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.